ഈ ഉമർ മൗലവിയുടെ ഈ കിതാബ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാണാൻ സാധിക്കും. ഇതിലൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വേദിയിൽ ഷിർക്കിന് വേണ്ടി സംസാരിക്കുന്ന ആളിൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ പോകുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിൽ എത്രയോ ചാക്ക് സിമെൻറ്റ് നമ്മുടെ പള്ളിക്ക് വേണ്ടി അദ്ദേഹം ഓഫർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട്, അദ്ദേഹം വലിയ ഉസ്താദുമാണ്, ബിസിനസ്സുകാരനുമാണ്, ഖുറാഫിയായ ആൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്താ പോകുന്നത്? പൈസ ചോദിക്കാൻ പോവാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള നിലപാടുകൾ. ഇനി നോക്കൂ, ഈ കിതാബിൽ ഇതൊക്കെ വളരെ അപകടം ചെന്ന വലിയ, നമ്മളെന്താ പറയുക, ഇതൊക്കെ ഇമാമിയങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇമാമിയങ്ങൾ വെറുതെ വിടൂല. ഇത്രയും ഭീകരമായ കാര്യങ്ങളായത്. ഇനി നോക്കൂ, ഫിത്ന ഉണ്ടാക്കിയ ഫിത്ന എന്ന് പണ്ട് 489 പേജിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, സുന്നികളുടെ നേതാവായിരുന്ന TK അബ്ദുള്ള മൗലവി പരപ്പനങ്ങാടി ഒരു ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. അന്ന് മുജാഹിദ് പ്രസ്ഥാൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഖുറാഫികളെ എന്ത് പറഞ്ഞാലും എതിർക്കുക, അടപടൽ എതിർക്കുക, ഒരു നോട്ടം ഉണ്ടാവില്ല. അങ്ങനെ ഒരു നിലപാടിനൊരു എന്താ പറയുക, അന്ധത കലർന്നൊരു വിമർശനത്തിൻ്റെ ആളുകളായിരുന്നു അന്നത്തെ കാലത്ത്. വിമർശനം അങ്ങനെയായിരുന്നു. ഇല്ലെങ്കിൽ ഇത് നോക്കും, ഇതൊക്കെ തീർത്തും അന്ധതയാണ്, തീർത്തും അക്രമവും ദുൽമുമാണ്. ഫിർഔനോട് പോലും നമ്മൾ ദുൽമ കാണിക്കാൻ പാടില്ലെന്നാണ്. പിന്നെയല്ലേ ഖുറാഫികൾ, ഫിർഔൻ ആരാന്നാ, ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ ആളാ. അവരോട് നമുക്ക് ഇല്ലാത്ത പറയാൻ പറ്റും, ഓരോ പേരിൽ പറ്റൂല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സുന്നികളുടെ നേതാവായിരുന്ന TK അബ്ദുള്ള മൗലവി ഒരു ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. ജലാലൈനി തഫ്സീറിന്റെ നേർതർജ്ജമ എന്നാണ് പരസ്യം ചെയ്തത്. അതിനങ്ങനെ വന്നിട്ട് പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ അൽ ബഖറ 193-ലും അൽ അൻഫാൽ 39-ലും ഫിത്ന ഉണ്ടാക്കാതെ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം വരുന്നൊരു വചനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫിത്ന തീരുന്നവരെ യുദ്ധം ചെയ്യുക എന്ന് അല്ലാഹു പറഞ്ഞു. ഫിത്ന തീരുന്നവരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഇദ്ദേഹം എന്താ അർത്ഥം വെച്ചത്? അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമ ചൊല്ലുകയും അത് പ്രകാരം ജീവിക്കുകയും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്താൽ കൊന്നുകളയുമെന്ന് ദുർജനം ഭീഷണിപ്പെടുത്തി. പ്രവാചകന്മാരെയും പാവപ്പെട്ട അനുചരന്മാരെയും അവർ കൊലപ്പെടുത്തി. അഗ്നിയിൽ ജീവനോടെ ദഹിപ്പിക്കൽ വരെ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം മർദ്ദിക്കുകയും നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിത്ന. അപ്പോൾ ഉമർ മൗലവി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിത്ന ഉണ്ട്, ഫിത്ന തീരുന്നവരെ യുദ്ധം ചെയ്യാൻ അല്ലാഹു പറഞ്ഞു, അതിൽ തർക്കമില്ല. എന്താ ഈ ഫിത്ന? ഉമർ മൗലവി പറയുന്നത് ഫിത്ന എന്ന് പറഞ്ഞാൽ ഇവിടെ അടിക്കുക, ആൾക്കാരെ തേയിലിടുക, ചുട്ടുകൊല്ലുക, ഇതൊക്കെയാണ് ഫിത്ന. അപ്പോൾ എന്നാൽ ഈ സുന്നി എന്ന് പറയുന്ന ഉമർ മൗലവി പറയുന്ന ആ ഖുറാഫി പണ്ഡിതൻ എന്താണ് അർത്ഥം വെച്ചത്? അദ്ദേഹം അർത്ഥം വെച്ചത് ഷിർക്കെന്നാണ്. അദ്ദേഹം അർത്ഥം വെച്ചത് എന്താണ്? അതായത് ഖുറാഫി ഉസ്താദ് അർത്ഥം വെച്ചത് ഫിത്നയ്ക്ക് ഷിർക്കെന്നാണ്. ഉമർ മൗലവി പറയുന്നു അവിടെ ഷിർക്കെന്ന് അർത്ഥമില്ല, മർദ്ദനം എന്നാണ് അർത്ഥം. പിന്നെ അദ്ദേഹം പറയുകയാണ്, എന്നാൽ പല കിതാബുകളിലും ഈ അർത്ഥം സ്ഥലം പിടിച്ചിട്ടുണ്ട്, അതായത് ഷിർക്ക് എന്നുള്ള അർത്ഥം. കിതാബിൽ കാണുന്ന യുക്തിരഹിതമായ കാര്യങ്ങൾ അപ്പടി വിഴുങ്ങാൻ നമുക്ക് സാധ്യമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ അർത്ഥം പറയുകയില്ല എന്ന് അങ്ങേയറ്റം ഉറപ്പാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പേരിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ത് പറഞ്ഞു? ഫിത്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസിൻ്റെ പേരിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നതാണ്, ഇതൊക്കെ യുക്തിരഹിതമാണ് കാര്യങ്ങളാണ്, അങ്ങനെ എന്തും കിതാബിൽ എഴുതിയാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ആ ഇബ്നു അബ്ബാസ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, യുക്തിരഹിതമാണ്. അതിനെമ്പാടും തെളിവുണ്ട്. പണ്ട് കാലങ്ങളിൽ പിശാചിൻ്റെ മിത്രങ്ങൾ ആഖിരി അദ്ദേഹം പറയുകയാണ്, അതിൽപ്പെട്ടതാണ് ഇബ്നു അബ്ബാസിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ വ്യാജ അർത്ഥം. കൂടുതൽ വ്യാപകമായ പ്രചാരം ലഭിക്കുന്നതിനാണ് ഇബ്നു അബ്ബാസിൻ്റെ പേര് പിശാജ് ഉപയോഗപ്പെടുത്തിയത്. അതായത് പിശാജാണ് ഇബ്നു അബ്ബാസിൻ്റെ പേരിൽ ഫിത്നയ്ക്ക് ഷിർക്കെന്ന് അർത്ഥം വെച്ചിട്ട് പ്രചരിപ്പിച്ചതെന്നാണ് പറയുന്നത്. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹം പറയുന്ന ആദർശത്തിന് വിരുദ്ധമാണ്. അദ്ദേഹം പറയുന്നത് ഫിത്നയ്ക്ക് ആ മർദ്ദനം എന്നാണ് അർത്ഥം. അതങ്ങ് പറഞ്ഞാൽ മതി, അത് പറഞ്ഞാൽ മതി. അദ്ദേഹം പറയും ഫിത്നയ്ക്ക് ഇവിടെ മർദ്ദനം എന്നാണ്, അങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പിശാജാണ് ഇബ്നു അബ്ബാസിൻ്റെ പേരിൽ ഷിർക്കെന്നുള്ള അർത്ഥം വെച്ച് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇബ്നു ജരീർ തൊബരി തഫ്സീറാണ്. ആരെ? ഇബ്നു ജരീർ തൊബരി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഫസ്സിരീങ്ങളുടെ ഇമാമാണ് ഇബ്നു ജരീർ തൊബരി. ഇസ്ലാമിലെ ഏറ്റവും ആധികാരികമായ തഫ്സീറാണ് ഇബ്നു ജരീർ തൊബരിയുടെ തഫ്സീർ. അപ്പോൾ ഈ തഫ്സീറിൽ തന്നെ പിശാജാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നവും ഡേഞ്ചറുമാണത്. അതുമാത്രമല്ല, എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? അതാണ് വളരെ അപകടം. എന്തുകൊണ്ട് ഇവിടെ ഷിർക്കല്ല, ഷിർക്ക് തീരുന്നവരെ യുദ്ധം ചെയ്യുക എന്നുള്ള അല്ല അർത്ഥം, മർദ്ദനം തീരുന്നതുവരെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? നാട് വെട്ടിപ്പിടിക്കാനും സമ്പത്ത് വാരിക്കൂട്ടാനും ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചിട്ടില്ല. ഇത് 490 പേജാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവരെ ആരും പീഡിപ്പിക്കരുത്. പൗരസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും നൽകിയേ പറ്റൂ. ഇതിനു വേണ്ടി യുദ്ധം അനുവദിച്ചു. അപ്പോൾ ഇസ്ലാമിൽ യുദ്ധം വന്നത് ഇതിനു വേണ്ടിയാണ്, പൗരസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും. ഇത് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയുമ്പോൾ സയ്യിദ് ഖുത്ബാണ്, ഇഖ്വാനികളുടെ നേതാവ്. ഇഖ്വാനികളുടെ നേതാക്കന്മാർ എന്താണോ പടച്ചു വിട്ടത് അത് എഴുതി വെച്ചിരിക്കുന്നു. ഉമർ മൗലവി എഴുതിയ ഈ കിതാബിൽ എഴുതിയ കുറച്ച് അക്കീദകളും ആദർശങ്ങളും ഉണ്ട്. ഇത് ഞാൻ
വിവർത്തനം ചെയ്തിട്ട് നമ്മുടെ ഷെയ്ഖ് ഹസൻ ബാഷുവിൻ്റെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലെ ചരിത്രമൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കിതാബുണ്ട്, ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഷെയ്ഖ് ഹസൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? അത് ഇഖ്വാനി, ഇതൊരു ഇഖ്വാനിയാണല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം ഇത് ഇഖ്വാനിയുള്ള ആദർശമാണ്. അത് ഇഖ്വാനി എന്നാണ് ഷെയ്ഖ് പറഞ്ഞത് വായിച്ചു കൊടുത്തപ്പോൾ. അത് റഷീദ് റിളയൊക്കെ ഏത് മാർഗത്തിൽ സഞ്ചരിച്ചോ അല്ലെങ്കിൽ അവരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചോ അതൊക്കെയാണ് ഈ കിതാബിലും ഭാഗം എന്താണ് കയറി പറ്റിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറയുന്നത് പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് റസൂൽ യുദ്ധം ചെയ്തതെന്നാണ്. പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് റസൂൽ യുദ്ധം ചെയ്തത്. ഇതൊക്കെ വളരെ വലിയ അപകടം പിടിച്ച വാദമാണ്. ഇതൊക്കെ ഇമാമിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, ഇമാം അഹമ്മദിൻ്റെ കയ്യിൽ ഈ വാദം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? എത്രയോ ആയത്തുകളിൽ കൂടി, എത്രയോ സൂറത്തുകളിൽ കൂടി, എത്രയോ ഹദീസുകൾ കൂടി അള്ളാഹിൻ്റെ വചനങ്ങളുണ്ട്. റസൂലിൻ്റെ സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അർബഈൻ നബിയിൽ പഠിക്കുന്ന ഹദീസ. ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടു, അൻ ഉഖാതിലന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ, ഹത്താ യഷ്ഹദു, അവർ സാക്ഷ്യം വഹിക്കുന്നതുവരെ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നവരെ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ മഹത്തായ ഒരു ആദർശത്തിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ബദർ നടത്തിയത്, ഉഹദ് നടത്തിയത്, ഖന്തഖ് നടത്തിയത്. എന്താ ഉമർ മൗലവി കിതാബ് പറഞ്ഞു? പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് യുദ്ധം നടന്നത്. പൗരസ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഒരു നാട്ടിൽ ജീവിക്കുക, ഒരു പൗരനായി ജീവിക്കാനുള്ള അവകാശം. ആരാധനാ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അള്ളാഹയെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം. അല്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടെ ആരാധനകൾ എന്ത് ചെയ്യണം, ആരാധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം. ഇതിനു വേണ്ടിയാണ്, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള സാഹചര്യം ഉണ്ടല്ലോ, ഇതിനു വേണ്ടിയാണ് മദീനയിൽ നിന്ന് മക്കയിൽ റസൂൽ യുദ്ധം ചെയ്തതെന്നാണ്. റസൂൽ പഠിച്ചു, ഉമിർതു അൻ ഉഖാതിലന്നാസ ഹത്താ യദഊനി എന്നാണ്, എന്നെ അവർ ഉപേക്ഷിക്കുന്നത് വരെ, അൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞതല്ല. ഹത്താ യഷ്ഹദു, അവർ സാക്ഷ്യം വഹിക്കുന്നവരെ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. ഇത് അർബഈൻ നബിയിൽ പഠിക്കുന്ന ഹദീസാണ്. അല്ല, ഒരുപാട് ഖുർആൻ ആയത്തുകൾ കൂടിയും ഹദീസുകളിലും സ്ഥിരപ്പെട്ട ആദർശമാണ് റസൂൽ സഹാബാക്കൾ. ആരെടുത്ത് ചോദിച്ചാൽ മതി, ഏതെങ്കിലും കുഞ്ഞു മക്കളോട് ചോദിച്ചാൽ എന്തിനാ അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവുണ്ട്. ഇതെവിടെ പറഞ്ഞ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി. അതെന്താണ്? ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥം വെച്ച് പ്രചരിപ്പിച്ചത് ഷെയ്ത്താനാണെന്നാണ്. ഇബ്നു അബ്ബാസിന്റെ പേരിൽ പ്രചരിപ്പിച്ചതാണ്. ഷെയ്ത്താൻ ഇബ്നു അബ്ബാസിന്റെ പേരിൽ ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥം വെച്ച് പ്രചരിപ്പിച്ചു. ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി സൂറത്തുൽ അൻഫാലിന്റെ ആയത്തിലാണ് പറഞ്ഞത്. സൂറത്തുൽ അൻഫാലിന്റെ ആയത്തിൽ ഫിത്നയ്ക്ക് ശിർക്ക് എന്ന് അർത്ഥം വെച്ച് പ്രചരിപ്പിച്ചത് ഇബ്നു അബ്ബാസിന്റെ പേരിൽ ഷെയ്ത്താനാണെന്നാണ് പറഞ്ഞത്. അതെന്തിനാണ്? അത് യുദ്ധം നടന്നത് പൗരസ്വാതന്ത്ര്യമാണ്, ഇതിനു വേണ്ടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ എന്ന ആയത്തിന്റെ തഫ്സീർ ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, യഖൂലു തആല ദിക്റഹു ലിൽ മുഅ്മിനീന ബിഹി വബിറസൂലിഹി വയുഇദ് ഹൗലാഇ ലിഹർബിക ഫഖദ് റഅയ്തും സുന്നതി ഫീ മൻ ഖാതലകും മിൻഹും യൗമ ബദ്രിൻ വഅന ആഇദും ബിമിസ്ലിഹാ ഫീ മൻ ഹാറബകും മിൻഹും ഫഖാതിലുഹും ഹത്താ ലാ യകൂന ശിർകുൻ. ഇബ്നു ജരീർ തബരി പറയുകയാണ്, ഫഖാതിലുഹും ഹത്താ ലാ യകൂന ശിർകുൻ, ശിർക്ക് തീരുന്നത് വരെ അവരോട് എന്ത് ചെയ്യാം, യുദ്ധം ചെയ്ത്. ശൈത്താൻ പ്രചരിപ്പിച്ചല്ല. ഇബ്നു ജരീർ തബരി നിസാരക്കാരനല്ല, പിൻകാലക്കാരനായ ഏതെങ്കിലും മുഫസ്സിറല്ല. പിന്നീട് വന്ന സർവ്വ തഫ്സീറുകളും ഇതിൽ നിന്ന് ഫായിദ എടുത്താണ്. ഇബ്നു കസീറിന്റെ തഫ്സീർ, ഇമാം ബഗവിയുടെ തഫ്സീർ ആകട്ടെ, സർവ്വ തഫ്സീറുകളും ഫായിദ എടുത്തത് ഈ തഫ്സീറിൽ നിന്നാണ്. ഇമാം ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ. അദ്ദേഹം സനദ് അടക്കം പിന്നീട് കൊടുക്കുകയാണ്. വദിക്റു മൻ ഖാല ദാലിക ഹദസന മുസന്ന ഖാല ഹദസന അബൂ സാലിഹ് ഖാല ഹദസന മുആവിയ അൻ അലി അൻ ഇബ്നു അബ്ബാസ് ഖൗലുഹു വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ യാനി ഹത്താ ലാ യകൂന ശിർക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ തന്നെ അൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ഖാല ഹദസന മുസന്ന ഖാല ഹദസനി അംർ ബിൻ ഔൻ ഖാല അഖ്ബറനാ ഹുശൈം ഖാല അൻ യൂനുസ അനിൽ ഹസൻ ഫീ ഖൗലിഹി വഖാതിലുഹും ഹത്താ ലാ യകൂന ഹത്താ ലാ തകൂന ഫിത്നത്തുൻ ഖാല അൽ ഫിത്നത്തു ശിർക്കു. എന്തിന് ഖുർആൻ ഒരിടത്തും ശിർക്കിന് ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥമില്ലെന്ന് അതിൽ പറയുന്നത്. ഖുർആനിൽ ഒരിടത്തും ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥം. നമ്മൾ കിതാബ് തൗഹീദ് പഠിക്കുകയാണ്. കിതാബ് തൗഹീദ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഇമാം അഹമ്മദ് ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥം കൊടുത്ത ഇബാറത്തുണ്ട്. കിതാബ് തൗഹീദ്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ്. ആ കിതാബ് തൗഹീദിന്റെ അകത്ത് ഇമാം അഹമ്മദ് ഫിത്നയ്ക്ക്, ഖുർആനിൽ ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥം കൊടുത്ത ഇബാറത്തുണ്ട്. ഇത് ഇമാമിങ്ങളുടെ അക്വാലുകളാണ് ഇത് അത്രയും കൊടുത്തിരിക്കുന്നത്. ഇബ്നു ജരീർ തബരിയുടെ അഭിപ്രായമാണ്. എന്നിട്ട് പറയാ, ആ ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥം പറഞ്ഞത് ഷെയ്ത്താൻ ഇബ്നു അബ്ബാസിന്റെ പേരിൽ കെട്ടിച്ചമച്ച് വിട്ടതാണ്. എന്തിനാണത് പറഞ്ഞത്? അതിനേക്കാളും അപകടം. എന്തിനാണത് പറഞ്ഞത്? അതായത് ഇസ്ലാമിൽ യുദ്ധം നടന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറയണം? ശിർക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പൗരസ്വാതന്ത്ര്യത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനാണെന്ന് സ്ഥാപിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഫിത്നയ്ക്ക് ശിർക്കെന്ന് അർത്ഥം വെച്ചതോ ഇബാറത്ത് പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെയാണോ സലഫിയത്ത്? ഇത് സലഫിയത്താണ്. ഈ കാര്യം ഇമാമിങ്ങളുടെ കൈ കിട്ടിയാൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു? എങ്ങനെയായിരിക്കും ഇതിനെ മറുപടി പറയുക? ഈ ഒരു ആദർശത്തെ അവരെന്ത് പേരിട്ട് വിളിക്കുമായിരുന്നു? സലഫിയത്ത് എന്ന് പേരിട്ട് വിളിക്കുമായിരുന്നു? ഇല്ല, ഒരിക്കലും അവരങ്ങനെ വിളിക്കില്ല.